കലാഭവൻ നവാസിന്റെ വേർപാട് ഇന്നും ഒരു വേദനയോടെയാണ് മലയാളികൾ ഓർത്തെടുക്കുന്നത്. നവാസിനൊപ്പം തന്നെ രഹനയുടെ മുഖവും എല്ലാവരുടെ മനസ്സിൽ തെളിഞ്ഞു വരാറുണ്ട്. അത്രമേൽ സ്നേഹിച്ചു കഴിഞ്ഞിരുന്ന ഒരു ദമ്പതികളായിരുന്നു ഇരുവർ. നവാസിന്റെ മരണവാർത്ത വന്നപ്പോൾ എല്ലാവരും ആദ്യം ചിന്തിച്ചത് രഹന ഇതെങ്ങനെ സഹിക്കും, ഉൾക്കൊള്ളും എന്ന് തന്നെയായിരുന്നു. ഇന്നും ആ ഒരു വേർപാടും വിടവും രഹനയ്ക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല. 2 മാസം മുൻപ് വളരെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു നടനും മിമിക്രി കലാകാരനുമായിട്ടുള്ള കലാഭവൻ നവാസിന്റെ മരണവാർത്ത പുറത്തു വരുന്നത്. ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ചോറ്റാനിക്കരയിൽ എത്തിയ നവാസിനെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഹൃദയാഘാതമായിരുന്നു മരണകാരണം. വെറും 51 വയസ്സ് മാത്രമായിരുന്നു നവാസിന്റെ പ്രായം. നവാസിന്റെ മരണവാർത്ത പുറത്തു വന്നപ്പോൾ താരത്തിന്റെയും കുടുംബാംഗങ്ങളുടെയും എല്ലാം അടുത്തറിയാവുന്നവർ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെട്ടത് ഭാര്യ രഹന എങ്ങനെ ഈ ഒരു സാഹചര്യം മറികടന്ന് പുറത്തു വരുമെന്ന് തന്നെയായിരുന്നു. അത്രമേൽ സ്നേഹിച്ചു കഴിഞ്ഞിരുന്ന ദമ്പതികളായിരുന്നു. നവാസിക്ക ഇല്ലാതെ തനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് രഹന പലവട്ടവും പറഞ്ഞിട്ടുണ്ട്. എപ്പോഴും കണ്ടുകൊണ്ടും സംസാരിച്ചും ഇരിക്കാനുള്ള ആഗ്രഹം കൊണ്ടും ഉച്ചയ്ക്ക് ഉറങ്ങാൻ പോലും രഹന സമ്മതിക്കാറില്ല എന്ന് നവാസും തമാശയെ പലപ്പോഴും പറയാറുണ്ട്. ഇക്കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ഹൃദയാഘാതം മൂലം നവാസ് അന്തരിച്ചത്. അപ്രതീക്ഷിത വേർപാടിന്റെ വേദനയിലാണ് സിനിമാ പ്രേമികളും കുടുംബവും സുഹൃത്തുക്കളും ബന്ധുക്കളും എല്ലാം. പ്രകമ്പനം എന്ന സിനിമയുടെ ഷൂട്ടിനായിട്ട് ചോറ്റാനിക്കരയിൽ പോയി തിരികെ വരാൻ തയ്യാറെടുക്കുമ്പോഴായിരുന്നു മരണം നവാസിലേക്ക് എത്തിയത്. മരണവാർത്ത പ്രചരിച്ച സമയത്ത് നടന് ഷൂട്ടിംഗ് സമയത്ത് നെഞ്ചുവേദന വന്നിരുന്നു എന്ന് പ്രചരിച്ചിരുന്നു. വേദന വന്നിട്ടും ആശുപത്രിയിൽ പോകാനോ ചികിത്സ തേടാനോ ശ്രമിക്കാതെ ഇരുന്ന മരണത്തിന് കാരണമായി എന്ന തരത്തിലും പ്രചരിച്ചിരുന്നു. എന്നാൽ അതൊന്നും സത്യമായിട്ടുള്ള റിപ്പോർട്ടുകളല്ല എന്ന് പറയുകയാണ് നടന്റെ മക്കൾ. പ്രകമ്പനം സിനിമയുടെ ക്ലിപ്സ് കഴിഞ്ഞ ദിവസം നവാസിന്റെ മക്കളെ സംവിധായകൻ കാണിച്ചിരുന്നു. ആ പ്രീമിയറിൽ പങ്കെടുത്ത ശേഷമാണ് മക്കൾ സോഷ്യൽ മീഡിയയിൽ കുറിപ്പുമായി എത്തിയത്. പ്രകമ്പനത്തിന്റെ സംവിധായകനായ വിജയശേട്ടന്റെ കൂടെ വാപ്പച്ചിയുടെ സിനിമ പ്രകമ്പനത്തിന്റെ കുറച്ച് ഭാഗങ്ങൾ കാണാൻ പോയി. നന്നായി വന്നിട്ടുണ്ട്. സ്ക്രീനിൽ വാപ്പച്ചിയെ കണ്ടപ്പോൾ എനിക്കും മൃദുവിനും വല്ലാത്തൊരു അനുഭൂതിയായി. പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. വാപ്പച്ചി ആ സെറ്റിൽ വളരെ ഹാപ്പി ആയിരുന്നു എന്ന് ഉമ്മച്ചി പറഞ്ഞത് ഞങ്ങൾക്കറിയാമായിരുന്നു. അവിടെ നടന്ന എല്ലാ കാര്യങ്ങളും ഉമ്മച്ചിയോട് വാപ്പച്ചി ഷെയർ ചെയ്തിട്ടുണ്ട്. വാപ്പച്ചിക്ക് ഒരു നെഞ്ചുവേദനയും വന്നിട്ടില്ല. എപ്പോഴെങ്കിലും ഉമ്മച്ചിയിൽ നിന്ന് അത് എല്ലാവർക്കും അത് മനസ്സിലാകും. അവസാന സമയത്തും വാപ്പച്ചി ഉമ്മച്ചിയെ വിളിച്ചിട്ടുണ്ട്. അപ്പോഴും വാപ്പച്ചി വളരെ സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയുമാണ് സംസാരിച്ചത്. ഉമ്മച്ചിയോടും വാപ്പച്ചിയും ഞങ്ങൾ ഒന്നും മറച്ചു വെക്കാറില്ല. കാരണം ഞങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും വീട്ടിലിരിക്കുന്ന ഉമ്മച്ചിക്ക് അത് അറിയാൻ പറ്റും. എന്തോ സംഭവിക്കാൻ പോകുന്നു എന്ന് ഉമ്മച്ചി വാപ്പച്ചിയോടും ഞങ്ങളോട് ഓർമ്മപ്പെടുത്തിയിരുന്നു. പക്ഷെ അവസാന നിമിഷം വരെ വാപ്പച്ചി വളരെ എനർജറ്റിക് ആയിരുന്നു. ചെറിയ വേദനയെങ്കിലും വന്നിരുന്നുവെങ്കിലും ഉമ്മച്ചിയും വാപ്പച്ചിയും ഹോസ്പിറ്റലിൽ എത്തുമായിരുന്നു. ഷുഗർ ഇല്ലാതിരുന്നിട്ട് പോലും വാപ്പച്ചിക്ക് നെഞ്ചുവേദന വന്നിട്ടില്ല. പ്രകമ്പനത്തിന് എല്ലാവരെയും വാപ്പച്ചിയുടെ ഉമ്മച്ചിക്ക് അറിയാമായിരുന്നു. പക്ഷെ വാപ്പച്ചി പോയതിനു ശേഷം അവരെ പറ്റി വാപ്പച്ചി എന്താണോ ഉമ്മച്ചിയോട് ഷെയർ ചെയ്തത് അതവർ തെളിയിച്ചു. അവർ ഞങ്ങളോട് കാണിച്ച സ്നേഹത്തിനും സഹകരണത്തിനും നന്ദി. പ്രത്യേകിച്ച് സംവിധായകൻ വിജയശേട്ടനും നിർമ്മാതാവ് ശ്രീജിത്തേട്ടനും വാപ്പച്ചി പോയ അന്നു മുതൽ ഇന്ന് വരെ വിജയശേട്ടൻ ഞങ്ങളോട് കാണിച്ച സ്നേഹത്തിന് 1000 നന്ദി. ഈ മൂവി കേരളത്തിലെ ഒരു പ്രകമ്പനമാകട്ടെ എന്നാണ് മക്കൾ കുറിച്ചത്. 50 അടുക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ മരണത്തെ പുൽകുമ്പോൾ നവാസ്. നടന്റെ മരണം ഏറ്റവും കൂടുതൽ ബാധിച്ചത് ഭാര്യ രഹനയാണ്. ഇന്നും നവാസിന്റെ മരണം ഉൾക്കൊള്ളാൻ രഹനയ്ക്ക് ആയിട്ടില്ല. അടുത്തിടെയാണ് ഇരുവരുടെ വിവാഹ വാർഷികം. നവാസ് ഒപ്പമില്ലാത്ത ആദ്യത്തെ വിവാഹ വാർഷികമായിരുന്നുവെങ്കിലും ആ വിഷമത്തിനിടയിലും എല്ലാ വർഷവും ചെയ്യാറുള്ളത് പോലെ തന്നെ വൃക്ഷത്തൈ നട്ടു രഹന. പ്രശസ്ത നാടക ചലച്ചിത്ര നടനായിരുന്ന അബൂബക്കറിന്റെ മകനായി വടക്കാഞ്ചേരിയിലാണ് നവാസ് ജനിച്ചത്. മിമിക്രിയിലൂടെയാണ് കലാരംഗത്ത് എത്തിയത്. കലാഭവനിൽ ചേർന്നതോടെയാണ് പ്രശസ്തിയിലേക്കും ഉയർന്നത്. സിനിമകളിലും ടെലിവിഷൻ പരമ്പരകളിലും ശ്രദ്ധേയമായിട്ട് നിരവധി വേഷങ്ങൾ അവതരിപ്പിച്ചു. മാട്ടുപ്പെട്ടി മച്ചാൻ, തില്ലാന, മായാജാലം, ജൂനിയർ മാൻഡ്രിക്, മൈലാഞ്ചി മൊഞ്ചുള്ള വീട്, കസബ തുടങ്ങിയവയാണ് പ്രധാന ചിത്രങ്ങൾ. ഗണപതിയും സാഗർ സൂര്യയും പ്രധാന വേഷത്തിൽ എത്തുന്ന മിസ്റ്റിക് കോമഡി എന്റർടൈനർ സിനിമയാണ് പ്രകമ്പനം. അതേസമയം തന്നെ തന്റെ പ്രിയപ്പെട്ട ഇക്കാക്കൊപ്പം ആദ്യത്തെ വിവാഹ വാർഷിക ദിനത്തിലൂടെ കടന്നു പോകുന്ന രഹനയെ കുറിച്ച് മക്കൾ നേരത്തെയും പറഞ്ഞിരുന്നു. 23 വർഷത്തെ ദാമ്പത്യം. നവാസ് തന്നെ എഡിറ്റ് ചെയ്ത് സൂക്ഷിച്ചിരുന്ന ഒരു വീഡിയോ ഇരുവരുടെ വിവാഹ വാർഷിക ദിനത്തിൽ ഒരു കുറിപ്പിനോടൊപ്പം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു നവാസിന്റെ മക്കൾ. നവാസ് ഷൂട്ടിനും മറ്റുമായിട്ട് വീട്ടിൽ നിന്ന് അകന്നു കഴിഞ്ഞാൽ ഒന്ന് ചിരിക്കാൻ പോലും മടിച്ചിരുന്ന ആളാണ് രഹന എന്ന് മക്കൾ പറയുന്നുണ്ട്. പ്രിയരെ, ഉമ്മച്ചിക്ക് ഇഷ്ടപ്പെട്ട പാട്ട് വാപ്പച്ചി പാടി കൊടുത്തതാണ് വീഡിയോയിൽ നിങ്ങൾ കേൾക്കുന്നത്. വാപ്പച്ചി തന്നെ എഡിറ്റ് ചെയ്ത വീഡിയോ ആണിത്. ഇന്ന് ഒക്ടോബർ 27. വാപ്പച്ചിയുടെ ഉമ്മച്ചിയുടെ വിവാഹ വാർഷികമാണ്.
ഇന്നത്തെ ദിവസം രാവിലെ രണ്ടുപേരും ഒരുമിച്ച് ഫ്രൂട്ട്സിന്റെ തൈകൾ നടാറുണ്ട്. അങ്ങനെ നട്ട തൈകളാണ് ഇവിടെ കാഴ്ച നിൽക്കുന്ന ഓരോ മരങ്ങളും. ഒന്നിനും പറ്റാത്ത ഈ അവസ്ഥയിൽ ഉമ്മച്ചിയുടെ ചെടികളെ പോലും ഉമ്മച്ചി ശ്രദ്ധിച്ചില്ല. പക്ഷേ വാപ്പച്ചി ചേർത്ത് പിടിച്ച് ഈ വാർഷികത്തിന് ഉമ്മച്ചി ഫ്രൂട്ട്സിന്റെ തൈകൾ നട്ടു. ലോകത്തിലെ ആരും ഇത്രയേറെ പ്രണയിച്ചിട്ടുണ്ടാവില്ല. അവരുടെ പ്രണയം ഇപ്പോഴും കൗതുകത്തോടെയാണ് ഞങ്ങൾ നോക്കി നിൽക്കുന്നത്. വാപ്പച്ചി വർക്കിന് പോയാൽ ഉമ്മച്ചി ചിരിക്കില്ല, TV കാണില്ല, ബെസ്റ്റ് ഫ്രണ്ട്സ് ഇല്ല, ഫാമിലി ഗ്രൂപ്പിലോ ഫ്രണ്ട്സ് ഗ്രൂപ്പിലോ ഇല്ല. വാപ്പച്ചി ഇല്ലാതെ ഒരു കല്യാണത്തിന് പോലും പോകാറില്ല. വാപ്പച്ചിയിലാണ് ഉമ്മച്ചിയുടെ ബെസ്റ്റ് ഫ്രണ്ട്. വാപ്പച്ചി വർക്ക് കഴിഞ്ഞ് തിരിച്ചെത്തും വരെ വാപ്പച്ചിക്ക് വേണ്ടി ഉമ്മച്ചി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. വാപ്പച്ചി തിരിച്ചെത്തിയാലാണ് ആ മുഖം ഒന്ന് തെളിയുന്നത്. വാപ്പച്ചി വന്നാൽ ഔട്ടിങ്ങിന് പോകാൻ പോലും ഉമ്മച്ചിക്ക് ഇഷ്ടമല്ല. വാപ്പച്ചിയുമായി വീട്ടിൽ തന്നെ ചിലവഴിക്കാനാണ് ഉമ്മച്ചിക്ക് ഇഷ്ടം. രണ്ടുപേർക്ക് ഒരുമിച്ച് എത്ര നാൾ വീട്ടിൽ നിന്നാലും ബോറടിക്കില്ല. ഉമ്മച്ചി ഒരു ആഗ്രഹവുമില്ലാത്ത ആളാണെന്ന് വാപ്പച്ചി എപ്പോഴും പറയും. വാപ്പച്ചിയും അടുക്കളയും ഞങ്ങളും മാത്രമായിരുന്നു ഉമ്മച്ചിയുടെ ലോകം. ഈ ഭൂമിയിൽ വേറെ എന്ത് നഷ്ടപ്പെട്ടാലും ഉമ്മച്ചി പിടിച്ചു നിൽക്കുമായിരുന്നു. പക്ഷേ ഇത് ഉമ്മച്ചിയുടെ ഹൃദയത്തെ തകർത്ത് കളഞ്ഞു. ഇപ്പോൾ പടച്ചവൻ വാപ്പച്ചിക്ക് എന്താണോ അവിടെ കൊടുക്കുന്നത് അത് തന്നെ ഉമ്മച്ചിക്കും ഇവിടെ തന്നാൽ മതി എന്നാണ് ഉമ്മച്ചിയുടെ പ്രാർത്ഥന. ഇത്രയും നേരത്തെ പിരിയേണ്ടവരായിരുന്നില്ല രണ്ടുപേരും. ഒരുപാട് സ്നേഹിച്ചതിനാലാവാം പടച്ചവൻ രണ്ടുപേരെയും രണ്ടിടത്താക്കിയത്. മരണം കൊണ്ടും അവരെ വേർപിരിക്കാനാവില്ല. അവർ രണ്ടുപേരും എപ്പോഴും കാത്തിരിപ്പിലാണ്. പരീക്ഷണത്തിനൊടുവിൽ സുവർക്കത്തിൽ ഇവിടത്തെ പോലെ തന്നെ ഏറ്റവും നല്ല ഇണകളായിട്ട് ജീവിക്കാൻ വാപ്പച്ചിക്കും ഉമ്മച്ചിക്കും പടച്ചവൻ തൗഫീക്ക് നൽകുമാറട്ടെ എന്നായിരുന്നു ആ ഒരു കുറിപ്പ്. നിരവധി പേരാണ് നവാസിന്റെ വേർപാടിന്റെ വേദനയിൽ കഴിയുന്ന കുടുംബത്തിനെ ആശ്വസിപ്പിച്ചെത്തിയത്. മുൻപ് പല ഇന്റർവ്യൂകളിലും നവാസ് പറയുമായിരുന്നു തനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ ഒരുപാട് അവസരങ്ങളൊക്കെ മുന്നേ കിട്ടിയിരുന്നുവെന്നും, പക്ഷേ തനിക്കും രഹനയ്ക്കും വേർപിരിഞ്ഞിരിക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ പലതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയതാണെന്നും. 2002 ഇരുവരുടെ വിവാഹം. പ്രണയിച്ച് വിവാഹിതരായവരാണ് ഇരുവരും. വിവാഹത്തോടെ അഭിനയം വിട്ട രഹന കുടുംബിനിയുമായി. അതേസമയം റിഹാൻ നവാസിന്റെ 18ാം പിറന്നാളും വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. എന്നാൽ ഈ ഒരു സന്തോഷം പങ്കാഘോഷിക്കാൻ അവന്റെ പ്രിയപ്പെട്ട വാപ്പച്ചി കലാഭവൻ നവാസ് ഒപ്പം ഉണ്ടായിരുന്നില്ല. നന്നായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ആ ഒരു കുടുംബത്തിന്റെ എല്ലാ സന്തോഷങ്ങളും അദ്ദേഹത്തിന്റെ വിയോഗത്തിലൂടെയാണ് ഇല്ലാതായത്. മക്കളും ഭാര്യയും ലോകം എന്ന് പറഞ്ഞ് ജീവിച്ചിരുന്ന ആളായിരുന്നു നവാസ്. മക്കളും വാപ്പിയുമായിരുന്നില്ല അവര്. 4 ഉറ്റ സുഹൃത്തുക്കളായിരുന്നു. നവാസിന്റെ ചേതനേറ്റ ശരീരം കണ്ട് വിറങ്ങലിച്ച് നിൽക്കുന്ന മകൻ റിഹാന്റെ മുഖം മലയാളികൾക്ക് മറക്കാനിടയില്ല. പിറന്നാൾ ദിനത്തിൽ ഹൃദയസ്പർശിയായ കുറിപ്പോടെയാണ് വാപ്പച്ചിയെ കുറിച്ച് റിഹാൻ സോഷ്യൽ മീഡിയയിൽ എത്തിയത്. ഇപ്പോൾ താനും സഹോദരനും വാപ്പച്ചിയുടെ വസ്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നതെന്നും അത് ധരിക്കുമ്പോൾ വല്ലാത്തൊരു ധൈര്യം ലഭിക്കുമെന്നും റിഹാൻ പറയുകയാണ്. ഇന്ന് എന്റെ പിറന്നാളാണ്. ഏതൊരു കുട്ടിയുടെയും ആഗ്രഹമായിരിക്കും 18 വയസ്സാകുക എന്നത്. പക്ഷെ എനിക്ക് 18 വയസ്സായത് കാണാൻ എന്റെ വാപ്പച്ചിയില്ല. വാപ്പച്ചിയുടെ ആശംസകൾ കേൾക്കാൻ പറ്റാത്ത ആദ്യത്തെ പിറന്നാൾ. വാപ്പച്ചിയുടെ വസ്ത്രങ്ങൾ അണിയാൻ എനിക്കും മൃദുവിനും വലിയ ഇഷ്ടമാണ്. എപ്പോൾ ചോദിച്ചാലും വാപ്പച്ചി സന്തോഷത്തോടെ എടുത്തു തരും. എന്നിട്ട് ഏതാ വേണ്ടതെന്ന് ചോദിക്കും. ഞങ്ങൾ അത് ധരിക്കുമ്പോൾ നിറഞ്ഞ ചിരിയോടെ നോക്കി നിൽക്കും. ഇപ്പോൾ ഞാനും ഋതുവും ആ വസ്ത്രങ്ങൾ അണിഞ്ഞാണ് പുറത്തിറങ്ങുന്നത്. എന്നാൽ ഇപ്പോൾ അത് അണിയുമ്പോൾ വാപ്പച്ചി ഞങ്ങളെ കെട്ടിപ്പിടിച്ച ഫീലാണ്. വല്ലാത്ത ധൈര്യം തോന്നും. വാപ്പച്ചി 50 വയസ്സ് പൂർത്തിയായിട്ടില്ല. രേഖകൾ ജനനത്തീയതി തെറ്റാണ്. ഓഗസ്റ്റ് 10, 1974 യഥാർത്ഥ ജനനത്തീയതി. പക്ഷേ ഞങ്ങൾക്ക് 24 വയസ്സേ വാപ്പയെ കണ്ടാൽ തോന്നാറുള്ളൂ. അത്ര ചെറുപ്പമായ മനസ്സാണ് വാപ്പച്ചിയുടേത്. ഞങ്ങളെ സേഫ് ആക്കിയിട്ടാണ് വാപ്പച്ചി പോയത് എന്നായിരുന്നു റിഹാൻ കുറിച്ചത്. ഒപ്പം വാപ്പച്ചിയുടെ വസ്ത്രങ്ങൾ ധരിച്ചുള്ള ഫോട്ടോയും മുൻപൊരിക്കൽ വാപ്പച്ചിക്കൊപ്പം ആഘോഷിച്ച പിറന്നാളിന്റെ വീഡിയോയും റിഹാൻ പങ്കുവച്ചു. നവാസിന്റെ മരണ വാർത്ത അദ്ദേഹത്തെ അടുത്തറിയുന്നവർക്ക്, കുടുംബത്തിന് മാത്രമല്ല അദ്ദേഹത്തിന്റെ സിനിമകളും സ്റ്റേജ് ഷോകളും കണ്ടിട്ടുള്ളവർക്ക് ഒരു വേദന തന്നെയാണ്. ശരീരവും ഹെൽത്തി ആയിട്ടുള്ള ജീവിത ശൈലിയും പിന്തുടർന്ന ആൾ കൂടിയാണ് നവാസ്. അതുകൊണ്ട് കൂടിയാണ് നടന്റെ മരണ വാർത്ത ഉൾക്കൊള്ളാൻ എല്ലാവർക്കും മടിയായത്. അത്രയേറെ ആരോഗ്യം ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെ ഈ ഒരു മരണം സംഭവിച്ചു എന്നുള്ള ചോദ്യമാണ് അന്ന് ഏറ്റവും കൂടുതലും ഉയർന്നു വന്നത്. ഹൃദയാഘാതത്തിന്റെ ലക്ഷണങ്ങൾ മുൻപ് നടന് വന്നിരുന്നുവെങ്കിലും അത് കാര്യമാക്കാതിരുന്നതാണ് മരണത്തിലേക്ക് നയിച്ചതെന്ന് പ്രചരിച്ചിരുന്നു. എന്നാൽ സത്യാവസ്ഥ എത്രത്തോളമാണ് എന്നുള്ളതിൽ വ്യക്തമല്ല.